അതിൻ്റെ മുഖ്യമായ കാരണം എല്ലാവർക്കും അറിയാം, കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ചേർത്ത മായം കലർന്ന ഭക്ഷണം കഴിക്കുന്നത്. അതുപോലെ തന്നെ ശ്വസിക്കുന്ന വായു, മാലിന്യം നിറഞ്ഞ വായു ശ്വസിക്കുമ്പോൾ ഇതെല്ലാം നമ്മളിൽ രോഗമുണ്ടാക്കുകയാണ്. എന്നാൽ പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ഈ മാലിന്യങ്ങൾ ഒക്കെ നമ്മൾ നീക്കം ചെയ്യുന്നുണ്ടെങ്കിൽ ഹരിതകർമ്മസേനയൊക്കെ വളരെ കാര്യക്ഷമമായി മാലിന്യ നീക്കം നടത്തുന്നുണ്ട്. പക്ഷേ നീക്കം ചെയ്യുന്ന മാലിന്യങ്ങൾ സംസ്കരിക്കുന്ന സംവിധാനങ്ങൾ നമുക്ക് കുറവാണ്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ആർക്കും സ്ഥാപിക്കേണ്ടെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടല്ല. ഒരു മാലിന്യ സംസ്കരണ യൂണിറ്റ് സ്ഥാപിക്കാൻ ചെല്ലുമ്പോൾ ആ പ്രദേശത്തുണ്ടാകുന്ന എതിർപ്പ് പലപ്പോഴും അതുപോലത്തെ ഉദ്യമങ്ങളിൽ നിന്നും പ്രത്യേകിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ പുറകോട്ടടിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഒരു സംസ്കരണ യൂണിറ്റിനെതിരായി നമ്മൾ നിലകൊള്ളുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ആ ഭാഗത്തുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കപ്പെടാതെ മഴയൊക്കെ ഏറ്റ് ചീഞ്ഞൊഴിഞ്ഞ് അതിൽ നിന്ന് വരുന്ന ദുർഗന്ധം ശ്വസിച്ച് മനുഷ്യൻ ആരോഗ്യമില്ലാത്തവരായി മാറുക. ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി തിരുവനന്തപുരം, കഴിഞ്ഞ ദിവസമാണ് തിരുവനന്തപുരം RCCയിലെ ഒരു ഡോക്ടറുടെ ഭാര്യ എൻ്റെ നിയോജകത്തിലാണ് ക്യാൻസർ വന്ന് മരണപ്പെട്ടു. മറ്റൊരു ഡോക്ടറുടെ മകൾക്ക് ഈ അടുത്ത് ക്യാൻസർ സ്ഥിരീകരിച്ചു. അതിൻ്റെ അർത്ഥം ക്യാൻസറിനെതിരെ പോരാടുന്ന ഡോക്ടർമാരുടെ വീടുകളിലേക്ക് പോലും ക്യാൻസർ കയറി ആക്രമിച്ചിരിക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം, ഈ സംസ്കരണ യൂണിറ്റുകൾ കുറേ കൂടെ വ്യാപിക്കേണ്ടതുണ്ട്. ഒരു തെറ്റിദ്ധാരണയുള്ളത്, ഒരു യൂണിറ്റ്, മാലിന്യ സംസ്കരണ യൂണിറ്റ് വെച്ചാൽ അവിടെ മുഴുവൻ മാലിന്യങ്ങൾ കൊണ്ട് നിറയും എന്നൊരു തെറ്റിദ്ധാരണയുണ്ട്. ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ നന്നായി മാലിന്യങ്ങൾ സംസ്കരിക്കും, അതോടൊപ്പം തന്നെ സംസ്കരിച്ച മാലിന്യങ്ങൾ വളമാക്കി അത് വിൽപ്പന ചെയ്യുന്ന എത്രയോ കേന്ദ്രങ്ങൾ നമ്മുടെ സംസ്ഥാനത്തുണ്ട്. പക്ഷെ പലപ്പോഴും അത് ഉൾക്കൊള്ളാൻ നമ്മൾ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ യാഥാർത്ഥ്യം. അതിൻ്റെ ഫലമായിട്ട് ക്യാൻസർ മാത്രമല്ല, ഞാൻ പറഞ്ഞ കിഡ്നി തകരാറ് എന്ന് ബാധിച്ചിരിക്കുകയാണ്. ഇപ്പം ഞാനിവിടെ മന്ത്രി വന്നതിന് ശേഷം കഴിയുമ്പോൾ MP ആയിരുന്നപ്പോഴൊക്കെ ഏറ്റവും അധികം ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ഈ ഡയാലിസിസ് യൂണിറ്റുകൾ. ഇന്നലെ ഞാൻ തൊടുപുഴയിലും ചെന്നത് ഡയാലിസിസ് യൂണിറ്റ് ഉദ്ഘാടനം ചെയ്യാൻ. എത്രയോ ഡയാലിസിസ് യൂണിറ്റുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഗവൺമെൻറ് ആശുപത്രിയിലുണ്ട്, സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ എന്തുകൊണ്ട് ഇത്രയും രോഗികൾ വരുന്നു? അപ്പം അതിൻ്റെ അർത്ഥം ഇതും വ്യാപകമാവുകയാണ്. ഞാനൊക്കെ മുമ്പ് തിരുവനന്തപുരത്ത് വരുമ്പോൾ, ഒരു വിദ്യാർത്ഥിയായി തിരുവനന്തപുരത്ത് 71 വരുമ്പോൾ, അന്ന് മെഡിക്കൽ കോളേജിൽ 50 കിടക്കകളുള്ളൊരു ക്യാൻസർ വാർഡ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് RCC, മലബാർ ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട്, ശ്രീ CP ജോണിൻ്റെ സുഹൃത്തായ ശ്രീ വിജയകൃഷ്ണൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന MVR ക്യാൻസർ സെൻറ്റർ, എത്ര സെൻറ്ററുകളാണ്? അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഈ 2 രോഗങ്ങളും ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മൾ പകർച്ചവ്യാധികൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം ഈ 2 രോഗങ്ങൾക്കും സാധാരണ നൽകാറില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെ ഒരു ചലഞ്ചായി നമ്മൾ എടുക്കണം. ആരോഗ്യവകുപ്പ് പൂർണ്ണമായും കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങൾ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഏതൊരു പ്ലാന്റ് കൊണ്ടുവന്നാലും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ പിന്തുണയുണ്ട് എന്ന് സൂചിപ്പിക്കാറുണ്ട്. പക്ഷേ പലപ്പോഴും ഒരു യൂണിറ്റിനെതിരായിട്ട് സമരങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യം യൂണിറ്റ് വയ്ക്കുന്ന കാര്യത്തിലാരും താല്പര്യപ്പെടാറില്ല. അതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ ഒരുപാട് രോഗികൾ ഇതിന് നമ്മുടെ സമൂഹത്തിൽ പെറ്റുവരുമ്പോൾ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചുമതല. മറ്റെല്ലാ കാര്യങ്ങളിലും ആരോഗ്യവകുപ്പ് ഒരുപാട് മുന്നേറിയിട്ടുണ്ട്. പക്ഷേ ഈ 2 രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന കാര്യത്തിൽ എല്ലാവരും സഹകരിച്ചാൽ മാത്രമേ ആരോഗ്യവകുപ്പിന് ആ രീതിയിൽ പ്രവർത്തിക്കാൻ കഴിയൂ. ഇപ്പോൾ തന്നെ ക്യാൻസറിൻ്റെ ചെലവ് നിങ്ങൾക്കറിയാം, ഭീമമായിട്ടുള്ള സംഖ്യയാണ്. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഫണ്ട് നിന്ന് നൽകുന്നുണ്ട്, പ്രധാനമന്ത്രിയുടെ ഫണ്ടുണ്ട്, അതുപോലെ മറ്റ് അനേകം ഫണ്ടുകളുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ തുക എന്ന് പറയുന്നത് 1 ലക്ഷം 2 ലക്ഷമാണ്. അതാണ് ക്യാൻസറിൻ്റെ ചെലവ് വരുന്നത്. അതുപോലെ കിഡ്നി, ഇപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ എത്ര ലക്ഷം വേണ്ടി വരും? ഏതാണ്ട് സർക്കാർ ആശുപത്രികളിൽ അതിൻ്റെ എമൗണ്ട് കുറച്ച് കുറവാണെങ്കിലും
പലപ്പോഴും എല്ലായിടത്തും അതിൻ്റെ സംവിധാനങ്ങളുണ്ട്. ഇപ്പോൾ ഞങ്ങളതൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സർക്കാർ ആശുപത്രിയിൽ കൂടുതൽ സൗകര്യങ്ങൾ ഏർപ്പെടുത്താനാണ് ഗവൺമെൻറ് നോക്കുന്നത്. അതിൽ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയും. രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കണമല്ലോ. അപ്പോൾ രോഗം വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൻ്റെ ചുമതല. പിന്നെ ഈ പറയുന്നത് പോലെ ഈ ഞാൻ ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ചുമതല കൂടെ എനിക്കുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം കമ്മീഷണറോട് പറഞ്ഞു, നമുക്ക് ഈ പുറത്തുനിന്ന് വരുന്ന ഈ പച്ചക്കറികളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്യാം, പക്ഷേ വലിയ കാര്യമുണ്ട്. പിന്നെ നാളെ മുതൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറി ഉണ്ടാവില്ല. കാരണം മിക്കതിലും അഡൾട്രേഷനുണ്ട്. അത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലേക്ക് ആരും പച്ചക്കറി കൊണ്ടുവരില്ല, ഇവിടെ ഒട്ട് പച്ചക്കറി ഉണ്ടാക്കുന്നുമില്ല. അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ മുഴുവൻ പട്ടിണിയിലേക്ക് പോകുന്നു. ഈ വാങ്ങിച്ച് കഴിക്കുന്ന എന്താ പച്ചക്കറി? തമിഴ്നാട്ടിലൊക്കെ ഇതിനു വേണ്ടി പ്രത്യേക പാക്കേജ് എന്നാണ് പറയുന്നത്. കേരളത്തിലേക്കുള്ള പച്ചക്കറി മരുന്നടിച്ച് പെട്ടെന്ന് വളരാൻ വേണ്ടി. അതുപോലെ തന്നെയാണ് നമ്മൾ പൈനാപ്പിൾ. ഞാനെനിക്ക് ഇവിടെ നമ്മുടെ മൂവാറ്റുപുഴയിൽ അവിടെയാണ് ഈ പൈനാപ്പിൾ കേന്ദ്രം. അപ്പോൾ ഞാനവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നല്ല കുറച്ച് പൈനാപ്പിൾ വേണം എന്ന് പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, ഇത് സാറിന് വേണ്ടിയിട്ടാണോ അത് ആർക്കെങ്കിലും കൊടുക്കാനാണ്? ഞാൻ പൈനാപ്പിളും മാമ്പഴമൊക്കെ ഞാൻ വാങ്ങിക്കുന്നത് എനിക്ക് കഴിക്കാൻ വേണ്ടിയിട്ടാണ്, അത് ആർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടല്ല. എന്നാൽ ഇത് മാർക്കറ്റിലുള്ള അങ്ങ് വാങ്ങണ്ട, വീട്ടിൽ കൃഷി ചെയ്യുന്ന സാറിന് എത്തിച്ചതാണ്. ഞാൻ ഇവിടുത്തെ എന്താ കുഴപ്പം? അല്ല, ഇതിലൊക്കെ മരുന്നടിക്കുന്നു. ചോദിച്ചപ്പോൾ പറയുകയാണ്, അതിലടിക്കുന്ന മരുന്ന് പുല്ലിലടിച്ചാൽ പുല്ല് കരിഞ്ഞു പോകുന്നതാണ്. ഇതൊക്കെയാണ് നമ്മൾ കഴിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ക്യാൻസർ വരാതിരിക്കുക? അപ്പോൾ എല്ലാവരും ചോദിക്കുമ്പോൾ ഇന്നാണെങ്കിൽ ക്യാൻസറോ? അയാൾ എത്ര നല്ല രീതിയിൽ അയാൾ വെജിറ്റേറിയൻ മാത്രമേ കഴിക്കൂ, പിന്നെ എങ്ങനെ വന്നു? അത് കഴിക്കുന്ന വെജിറ്റേറിയൻ ഇത് കലർന്ന വിഷാംശം കലർന്നാണ് കഴിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ. ചുരുക്കി പറഞ്ഞാൽ ഇതേ രോഗങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുക. എന്തുകൊണ്ടാണ് മറ്റ് സംസ്ഥാനത്ത് വരുത്തേണ്ടി വരുന്നത്? ഒരിക്കൽ എനിക്ക് ഓർമ്മയുണ്ട്, കേരളത്തിലെ ലോറി ഡ്രൈവർമാർ ഇന്ത്യയിൽ ഓൾ ഇന്ത്യ തലത്തിൽ പണി മുടക്കി. അപ്പോൾ കേരളത്തിലെ ലോറി ഡ്രൈവർമാർ പറഞ്ഞു, ഞങ്ങൾ കേരളത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നില്ല, ഞങ്ങൾ സമരം ചെയ്യുന്നില്ല. വ്യത്യാസം മാർക്കറ്റിൽ പോയപ്പോൾ ഒരു സ്ഥലത്തും ഒന്നുമില്ല. കാരണം നമ്മുടെ ലോറി ഡ്രൈവർമാർക്ക് കാര്യമുള്ള പണിയൊന്നുമില്ല. ഇത് മുഴുവൻ പുറത്തുനിന്ന് വരുന്നത്. പുറത്തുനിന്ന് വരുന്നവർ പണി മുടക്കി, കേരളത്തിലെ ലോറി ഡ്രൈവർമാർ പണി മുടക്കിയില്ല. പക്ഷേ മാർക്കറ്റിൽ ചെന്നപ്പോൾ ഒന്നും കിട്ടാനില്ല. ഇതൊക്കെ നമ്മൾ ചിന്തിക്കേണ്ട സമയമായി. നമ്മളിങ്ങനെ ഈ പാവങ്ങൾക്കൊക്കെ ധനസഹായം കൊടുക്കുമ്പോൾ അവർക്ക് അതുകൊണ്ടൊന്നും ആവുന്നില്ല. സത്യത്തിൽ ഭാരിച്ച ചിലവ് നോക്കി ഈ സംഘടന ഇത്രയും കാര്യം ചെയ്യുന്നത് തന്നെ ഏറ്റവും മഹത്തായ കാര്യമാണ്. ഞാൻ അതിനെ സംഘാടകരെ അഭിനന്ദിക്കാൻ ഇക്കാര്യം. കാരണം അണ്ണാർക്കണ്ണൻ തന്നാലായിരുന്ന പോലെ ഇവർക്ക് കഴിയുന്ന രീതിയിൽ സഹായം ചെയ്യുന്നു. അതുകൊണ്ട് നമ്മൾ അനുവർത്തിക്കേണ്ടതായെന്ന് പറയുന്നത് ഈ രോഗങ്ങൾ വരാതെ നോക്കുക. നല്ല ആരോഗ്യമുള്ളൊരു കേരളം ഇവിടെ സൃഷ്ടിക്കണമെങ്കിൽ ഈ രണ്ടിനെയും തുരത്തിയേ മതിയാവും. ക്യാൻസറിനെ ഇല്ലാതാക്കണം, കിഡ്നി തകരാറിനെ ഇല്ലാതാക്കണം. അതിനുള്ള ഒരു സംരംഭം നമ്മൾ ആലോചിക്കേണ്ട സമയമായി. അല്ലെങ്കിൽ ഓരോരുത്തർ ഇന്ന് കാണുന്ന ആളെ നാളെ കാണാത്ത അവസ്ഥ നമ്മുടെ സംസ്ഥാനത്തുണ്ട്, ഇപ്പം തന്നെയുണ്ട്. അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നോക്കണം. തീർച്ചയായിട്ടും ഇങ്ങനെയുള്ളൊരു പ്രയാസങ്ങൾക്കിടയിൽ പോലും നല്ല രീതിയിൽ ഓണാഘോഷം സംഘടിപ്പിച്ച ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. അതോടൊപ്പം തന്നെ ശ്രീ അത്തിക്കോട്ട് കുഞ്ഞിരാമൻ അവരുടെ സ്മരണാർത്ഥമാണ് വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവരെ അഭിനന്ദിക്കുന്ന ഒരു ചടങ്ങ് കൂടിയുണ്ട്. അവരെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവർക്കും ഓണാശംസകൾ നേർന്നുകൊണ്ട് ഈ ചടങ്ങ് ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്യുന്നു. എല്ലാവർക്കും വിനീതമായിട്ട് നന്ദി.